എപ്പോഴും താഴ്മ വേണം. ആരെക്കാളും വലിയവനാണെന്ന് മനസ്സിൽ തോന്നരുത്, നാവ് കൊണ്ടും പറയരുത്. വല്ലാത്ത താഴ്മയുള്ള മനസ്സാകണം. എനിക്ക് രക്ഷപ്പെടണം, ഞാൻ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എനിക്ക് പേരിനല്ല, പ്രസിദ്ധിക്കല്ല, നാവ് കൊണ്ട് പറഞ്ഞാ പോരാ. മനസ്സകത്ത് വെക്കേണ്ടത് ഇവിടെ സംഘടനയ്ക്ക് നിന്റെ ആവശ്യമില്ല, ഇവിടെ ഇസ്ലാമിന് നമ്മുടെ ആവശ്യമില്ല, നമുക്ക് ഇസ്ലാമിന്റെ ആവശ്യമുണ്ട്. നിങ്ങളെല്ലാവരും എന്റെ അടിമകളിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ട ഇബ്ലീസിന്റെ മനസ്സായാൽ എനിക്കതുകൊണ്ട് യാതൊരു നഷ്ടവുമില്ല. നിങ്ങളെല്ലാവരും ഏറ്റവും നല്ല മുത്തുനബി തങ്ങളുടെ മനസ്സിന്റെ ഉടമകളാണെങ്കിലും ലാ യസീദു ഫീ മുൽക്കി ശൈആ, എന്റെ അധികാരത്തിൽ നിന്ന് അത് അധികാരത്തിൽ ഒന്നും കൂട്ടുകയില്ല. നമ്മൾ SSFന് പ്രവർത്തിച്ചില്ല, നമ്മൾ SYSന് പ്രവർത്തിച്ചില്ല, നമ്മൾ മുസ്ലിം ജമാഅത്തിന് പ്രവർത്തിച്ചില്ല, നമ്മൾ സുന്നിക്ക് പ്രവർത്തിച്ചില്ല, നമ്മൾ ദീനിന് പ്രവർത്തിച്ചില്ല, നമ്മൾ ദർസ് നടത്തിയില്ല, നമ്മൾ വാദ് പറഞ്ഞില്ല, നമ്മൾ നമ്മൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയില്ല. അല്ലാഹ്ക്കൊന്നുമില്ല, റബ്ബിനിക്കൊരു പൊടി പോലും അതുകൊണ്ട് നഷ്ടമില്ല. ചെയ്യാത്ത നഷ്ടം നമുക്കാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് വേണ്ടിയാണ്, എന്റെ ആഖിറത്തിന് വേണ്ടിയാണ് ഞാൻ സംഘടനയിൽ പ്രവർത്തിക്കുന്നതെന്ന ബോധം സംഘടനാ മെമ്പർമാർക്ക് വേണം, നമുക്കൊക്കെ വേണം. എനിക്ക് വേണ്ടിയാണ് ഞാൻ വാല് പറയുന്നത്, എനിക്ക് വേണ്ടിയാണ് ഞാൻ ദർസ് നടത്തുന്നത്, മറ്റൊരാൾക്ക് വേണ്ടിയല്ല. ആഖിറത്തിൽ റബ്ബ് എനിക്ക് ഇതിന് എന്തെങ്കിലും തരണമെന്ന ചിന്ത വേണം. ഇത് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം ആഖിറത്തിലെത്തുന്നത്, നമ്മുടെ ദർസ് ആഖിറത്തിനാകുന്നത്, നമ്മുടെ വാല് ആഖിറത്തിനാകുന്നത്. റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ. 950 വർഷം അള്ളാഹുവിന്റെ ദീന് പ്രബോധനം നടത്തിയതായ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിലേക്ക് കിട്ടിയ ആളുകൾ ഒരു അഭിപ്രായത്തിൽ 4 പേരാണ്, ഒരഭിപ്രായത്തിൽ 40 പേരാണ്. 40 മെമ്പർമാരെ കിട്ടിയ കാലം 950 കൊല്ലം പ്രബോധനം നടത്തിയിട്ട് 40 മെമ്പർമാരെയാണ് ഏറിയതെങ്കിൽ കിട്ടിയതെങ്കിൽ നൂഹ് നബി അലൈഹിസ്സലാമിന് തന്റെ പ്രബോധനത്തിന് കൂലി കുറഞ്ഞോ? ഇല്ല, ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പഠിപ്പിച്ചു, സവാഉൻ അലൈഹിം, അവർക്ക് സമമാണ് നബിയേ. തങ്ങൾ അവർക്ക് പ്രബോധനം നടത്തലും നടത്താതിരിക്കലും, തങ്ങൾ ഭീതിപ്പെടുത്തുന്ന ദീനിന്റെ കാര്യങ്ങൾ അവരോട് പറയലും പറയാതിരിക്കലും സമമാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഖാലി ബൈളാവി തങ്ങൾ പറഞ്ഞു, ഇവിടെ അല്ലാഹ് പറഞ്ഞത് സവാഉൻ അലൈഹിം, അവർക്ക് സമമാണ് എന്നാണ്. സവാഉൻ അലൈക, തങ്ങൾക്ക് സമമാണെന്നല്ല. അവർ നന്നായാലും അവർക്ക് ഉപദേശം നടത്തിയാലും നടത്തിയില്ലെങ്കിൽ ഓൽക്ക് സമാണ്, തങ്ങൾക്ക് സമല്ല. തങ്ങൾക്ക് ഉപദേശം നടത്തൽ വാജിബിന്റെ കൂലിയാണ്, ഉപദേശം നടത്തിയതിന് കൂലി കിട്ടും. ഒരാളും നമ്മളെ സംഘടനയ്ക്ക് വന്നില്ലെങ്കിലും നമ്മൾ പ്രവർത്തിച്ച് നമുക്ക് കൂലി കിട്ടും. നാം എടുത്ത പള്ളിയിൽ ഒരാൾ നിസ്കരിച്ചില്ലെങ്കിലും നാം പള്ളിയെടുത്തതിന് കൂലി കിട്ടും. അള്ളാഹ്ക്ക് വേണ്ടിയാണ്.